ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യേശുപിതാവിൻ്റെ ആത്മീയ സന്തോഷങ്ങളിൽ നാലാമത്തെ സന്തോഷത്തെക്കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. ഈശോയുടെ രക്ഷാകര കർമ്മത്തെക്കുറിച്ച് വിശുദ്ധ യേശുപിതാവിന് അറിവ് ലഭിച്ചപ്പോൾ രക്ഷാകരമായ സന്തോഷത്താൽ വിശുദ്ധ യേശുപിതാവിൻ്റെ ആത്മാവ് അതിയായി ആനന്ദിച്ചു. ഈ സന്തോഷത്തെക്കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദൂതൻ വിശുദ്ധ യേശുപിതാവിന് പ്രത്യക്ഷനായി. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. തുടർന്ന് ദൂതൻ പറയുന്നു, അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. ലോകം മുഴുവൻ കാത്തിരുന്ന രക്ഷകൻ ഭൂജാതനാകുന്നത് തൻ്റെ ഭാര്യയാകാൻ പോകുന്ന കന്യകയിൽ നിന്നാണെന്ന് വിശുദ്ധ യേശുപിതാവിന് വചനത്തിൽ നിന്ന് മനസ്സിലായി. നാം എല്ലാവരും കഴിഞ്ഞ ദിവസം നടന്ന T20 വേൾഡ് കപ്പ് കണ്ടവരാണ്. അതിൽ നമ്മെ എല്ലാവരെയും അതിശയിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു സഞ്ജു സാംസൺ. സഞ്ജുവിൻ്റെ മാതാപിതാക്കൾ സഞ്ജുവിനെക്കുറിച്ച് അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നാം എല്ലാവരും കണ്ടവരാണ്. ഈ ലോകത്തിലെ നമ്മുടെ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. അതുപോലെ തന്നെയാണ് വിശുദ്ധ യേശുപിതാവിൻ്റെ ജീവിതത്തിലും. തൻ്റെ പുത്രൻ ലോകരക്ഷകനാണെന്ന് അറിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് വിശുദ്ധ യേശുപിതാവാണ്. വിശുദ്ധ യേശുപിതാവിൻ്റെ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഇപ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധ യേശുപിതാവിന് നമ്മെ തന്നെ സമർപ്പിച്ചതിന് ശേഷം നാം എന്ത് ചോദിച്ചാലും അവിടുന്ന് നമുക്കത് തരും. വിശുദ്ധ അമ്മ ത്രേസ്യയുടെ വാക്കുകൾ നമുക്കൊരു ഉറപ്പാണ് നൽകുന്നത്. വിശുദ്ധ യേശുപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന കൃപകൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.